ശബരിമല സന്നിധാനത്ത് ഭഗവാനു വേണ്ടി സ്വന്തമായി എഴുതിയ ഗാനം കേട്ട് ജോലി ചെയ്യാൻ കഴിയുക എന്ന അപൂർവ നിയോഗം ലഭിച്ച ഒരാളാണ് ഫോട്ടോ ജേർണലിസ്റ്റ് NR സുധർമ്മദാസ്. ഭഗവാന്റെ മുന്നിലെത്തി ഭഗവാൻ എഴുതിച്ച മനോഹര വരികളാണെന്നും ജീവിതത്തിലെ ഏറ്റവും വലിയ പുണ്യമാണ് ഈ അവസരമെന്നും സുധർമ്മദാസ് പറയുന്നു. സന്നിധാനത്ത് നിന്ന് അരുൺ കൊടുങ്ങൂർ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. മലയിലുണ്ടയ്യൻ മനസ്സിലുണ്ടയ്യൻ ഈ വരിയിൽ തുടങ്ങുന്ന അതിമനോഹരമായുള്ള ആ ഒരു അയ്യപ്പ ഭക്തിഗാനം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി അല്ലെങ്കിൽ കുറച്ച് മാസങ്ങളായി ശബരിമലയിൽ ഇങ്ങനെ മുഴങ്ങി കേൾക്കുന്നതാണ്. അത് എഴുതിയത് ഒരു പത്ര ഫോട്ടോഗ്രാഫറാണ്. കേരള കൗമുദിയിലെ ചീഫ് ഫോട്ടോഗ്രാഫറായ സുധർമ്മദാസാണ് നമുക്കൊപ്പം ചേരുന്നത്. എന്തായാലും ഓരോ ഡ്യൂട്ടിയും ഓരോ നിയോഗമാണെന്ന് ഓരോ ആളുകളും പറയാറുണ്ട്. അങ്ങനെയാണോ ഒരു നിയോഗം എത്തിയത്? തീർച്ചയായിട്ടും. കാരണം വെച്ചാൽ എൻ്റെ ചെറുപ്രായത്തിലെ തന്നെ ശബരിമലയ്ക്ക് വരുന്ന ഉണ്ടായിരുന്നു. ഞങ്ങൾ ഒരു ഫാമിലി അല്ലെങ്കിൽ ഞങ്ങളുടെ നാട്ടിലെ ഒരു ഗ്രൂപ്പായിട്ട് ഞങ്ങളൊരു 10-20 പേര് ശബരിമലയ്ക്ക് വരുന്നത് എൻ്റെ ചെറുപ്രായത്തിൽ വരുന്നത്. അപ്പോൾ അന്ന് ഈ ശബരിമലയിൽ വന്ന് അയ്യപ്പനെ കാണുകയും ദർശിക്കുകയും അത് കഴിഞ്ഞതിന് ശേഷം ഈ നടപ്പന്തൽ കിടന്നുറങ്ങുകയും നെയ്യഭിഷേകമൊക്കെ കഴിഞ്ഞ് പിറ്റേ ദിവസം മടങ്ങുകയൊക്കെ ചെയ്യുന്ന ആ ഒരു ഓർമ്മ ഉണ്ടായിരുന്നു. അത് ശരിക്കും പറഞ്ഞാൽ അതിന് ശേഷം ഞാൻ ഈ കേരളാവധിയിൽ എനിക്ക് ഫോട്ടോഗ്രാഫറായി ജോലി കിട്ടി. അതിന് ശേഷം ഒരു നിയോഗമായിട്ട് തന്നെയാണ് ഞാൻ ഈ അയ്യപ്പ സന്നിധിയിൽ എനിക്ക് ജോലി ചെയ്യാനായിട്ടൊരു ഭാഗ്യം കിട്ടിയത്. കാരണം അയ്യപ്പൻ്റെ അടുത്ത് എല്ലാ ദിവസവും ശരിക്കും പറഞ്ഞാൽ ഈ സാന്നിധ്യത്തിൽ അല്ലെങ്കിൽ ഇവിടുത്തെ എല്ലാ ചിത്രങ്ങളും പകർത്താനുള്ളൊരു ഭാഗ്യം എനിക്കുണ്ടായി. അപ്പോൾ അതിനിടയിൽ എൻ്റെ മനസ്സിൽ അയ്യപ്പനായി തന്ന കുറച്ച് വരികളാണ് ഞാൻ ആദ്യമായി. അത് തന്നെയാണ്, ആ വരികൾക്ക് ഒരുപാട് അർത്ഥമുണ്ട്. ആ ഒരു വരികൾ ഭഗവാന്റെ മുന്നിൽ നിന്ന് ഭഗവാൻ എഴുതിച്ചതെന്ന് വിശ്വസിക്കുന്നല്ലേ? തീർച്ചയായിട്ടും. കാരണം ഞാനൊരിക്കലും വലിയൊരു എഴുത്തുകാരനല്ലായിരുന്നു. എഴുത്തുകാരൻ ഇപ്പോഴുമല്ല അപ്പോഴുമല്ല. പക്ഷേ ഞാൻ പറഞ്ഞതുകൊണ്ട് കാരണം വെച്ചാൽ എൻ്റെ മനസ്സിലേക്ക് അങ്ങനത്തെ ഒരു വരി അയ്യപ്പനായിട്ട് തന്നതാണ്. ആ വരികൾ ഞാൻ അയ്യപ്പൻ തന്ന വരികൾ എഴുതുക എന്നതായിരുന്നു എൻ്റെ ഒരു നിയോഗം. അതിനെ എനിക്കൊരു ഭാഗ്യം അയ്യപ്പനായിട്ട് തന്നു. അപ്പോൾ അത്രയും അയ്യപ്പ വിശ്വാസിയായ എനിക്ക് അയ്യപ്പൻ എന്നെ നന്നായിട്ട് ഒരു അനുഗ്രഹം തന്നു. പിന്നെ ആ അനുഗ്രഹം ശരിക്കും ശബരിമലയിൽ എൻ്റെ ഒരു പാട്ട് കേൾക്കാൻ സാധിച്ചു എന്നുള്ളത് വളരെ അത് അയ്യപ്പൻ തന്നൊരു അനുഗ്രഹമാണ് ശരിക്കും പറഞ്ഞത്. നിലവിലിപ്പം എത്ര പാട്ട് എഴുതിയിട്ടുണ്ട്? ശബരിമലയെക്കുറിച്ച് എത്ര പാട്ട്, അയ്യപ്പനെക്കുറിച്ച് എത്ര പാട്ട് എഴുതിയിട്ടുണ്ട്? ശരിക്കും ആദ്യമായിട്ട് എഴുതുന്നത് ഈ സന്നിധിയിൽ വെച്ച് ഞാൻ എഴുതിയ അയ്യാനിൻ സന്നിധിയിൽ എന്ന ആദ്യത്തെ ഒരു ഭക്തിഗാനമാണ്. അപ്പോൾ അതിനുശേഷമാണ് ഞാൻ കുറേയധികം ഭക്തിഗാനങ്ങൾ വീണ്ടും എഴുതിയത്. കാരണം ശബരിമലയിൽ തന്നെ ഒരു 4ഓളം ഭക്തിഗാനങ്ങൾ എഴുതി. അതുകൂടാതെ ഏറ്റുമാനൂർ അപ്പനെക്കുറിച്ചുള്ള ഭക്തിഗാനം എഴുതി. പിന്നെ നാട്ടിലൊരു തളിയാറമ്പ് ക്ഷേത്രമുണ്ട്, ആ ക്ഷേത്രത്തിലെ ഒരു ഭക്തിഗാനം എഴുതി. പിന്നെ അതുകൂടാതെ വല്ലന ഒരു കാവുണ്ട്, മറ്റേ ഈ അവിടുത്തെ കുറച്ച് ഭക്തിഗാനങ്ങൾ എഴുതി. അങ്ങനെ കുറച്ച് ഭക്തിഗാനങ്ങൾ എഴുതാനുള്ളൊരു ഭാഗ്യം ഉണ്ടാകുകയുണ്ട്. ജീവിതത്തിലൊരു വഴിത്തിരിവ് തന്നെയല്ലേ? തീർച്ചയായിട്ടും. കാരണം വെച്ചാൽ ഞാൻ ആദ്യമായിട്ട് ഞാൻ പറഞ്ഞില്ലേ അയ്യപ്പ ഭക്തിഗാനം എഴുതുകയും ആ അയ്യപ്പ ഭക്തിഗാനം എഴുതുക മാത്രമല്ല അത് എനിക്ക് അയ്യപ്പ സന്നിധിയിൽ വെച്ച് പ്രകാശനം ചെയ്യുക എന്നുള്ളതിൻ്റെ ഒരു ആഗ്രഹമായിരുന്നു. ആ ആഗ്രഹം ശരിക്കും പറഞ്ഞാൽ ഈ ദേവസ്വം ബോർഡ് പ്രസിഡന്റ്, തന്ത്രി, മേൽശാന്തി എല്ലാവരും കൂടി കൊടിമര ചുവട്ടിൽ വെച്ചിട്ട് പ്രകാശനം ചെയ്യുകയും ഞാൻ എഴുതിയ വരികൾ ഇവിടുത്തെ മൈക്കിലൂടെ എനിക്ക് കേൾക്കാൻ കഴിയുകയും ഉണ്ടായി. അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ അയ്യപ്പൻ എനിക്ക് തന്നൊരു അനുഗ്രഹമാണ് ശരിക്കും പറഞ്ഞാൽ. ജോലിയിലേക്ക് മുന്നോട്ട് പോകുന്നു, അവിടെയും ഭഗവാന്റെ ഒരു അനുഗ്രഹം അത് തന്നെയല്ലേ? തീർച്ചയായിട്ടും. അതുകൊണ്ടാണ്. കാരണം ഈ സന്നിധിയിൽ വന്ന് എത്ര ദിവസം ജോലി ചെയ്താലും ഒരു മടുപ്പില്ല. കാരണം നമ്മുടെ ഒരു മനുഷ്യൻ്റെ, അതായത് ഞാൻ ശരിക്കും പറഞ്ഞത് ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രം അല്ലെങ്കിൽ ഒരു മനുഷ്യനെ വാർത്തെടുക്കുന്ന ഒരു സ്ഥലമാണ് ശബരിമല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. കാരണം ഇവിടെ ജാതിയില്ല, മതമില്ല, ഭാഷയില്ല. കാരണം ആർക്കും പ്രവേശിക്കാം, ആർക്കും വരാവുന്ന ഒരിടമാണ്. കാരണം ഏറ്റവും വലിയൊരു സന്ദേശമാണ് നൽകുന്നത്. ഈ അയ്യപ്പൻ നൽകുന്നൊരു സന്ദേശം എന്ന് പറയുന്നത് ഏറ്റവും വലുതാണ്. അപ്പോൾ അതാണ് എനിക്ക് വഴികളിലൂടെ അയ്യപ്പനായി തരികയും അല്ലെങ്കിൽ ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. ഈ സംസ്ഥാന അവാർഡടക്കം ഒരുപാട് അവാർഡുകൾ കൂടി ലഭിച്ചിട്ടുണ്ട്. അതൊക്കെ ഈ ഒരു സന്നിധിയുടെ ഒരു അനുഗ്രഹം അല്ലേ? തീർച്ചയായിട്ടും. കാരണം ഒരു അവാർഡിൻ്റെയും നമ്മൾ പിന്നിലൂടെ നമ്മൾ സഞ്ചരിക്കുകയായിരുന്നു. കാരണം വെച്ചാൽ അവാർഡുകളൊക്കെ നമ്മളെ തേടി എത്തുകയായിരുന്നു. കാരണം അതൊക്കെ വെച്ചാൽ നമ്മൾക്ക് കിട്ടിയൊരു അനുഗ്രഹമാണ്. കാരണം നമ്മുടെ ഒരു പ്രാർത്ഥനയുടെയും വിശ്വാസത്തിൻ്റെയും പിന്നെ അതുപോലെ നമ്മുടെ പ്രവൃത്തിയുടെയാണ്. കാരണം നമ്മൾ നന്മയോടുകൂടി അല്ല നല്ല ഉദ്ദേശത്തോടു കൂടി പ്രവർത്തിക്കുമ്പോൾ കിട്ടുന്ന ഒരു അംഗീകാരമായിട്ടാണ് ഞാനതിനെ തീർച്ചയായിട്ടും കാണുന്നത്.
തീർച്ചയായും എന്തായാലും ആ പാട്ടെഴുത്ത് അതോടൊപ്പം തന്നെ ഒരുപാട് ക്ഷേത്രങ്ങളിലെ പാട്ട് എഴുതാനാകട്ടെ. എന്തായാലും ഭഗവാൻ ആ തുടങ്ങി കൊടുത്ത ഒരു അനുഗ്രഹം അത് ജീവിതത്തിലുടനീളം പകർത്തുക എന്നുള്ളതാണ് ഒരു വലിയ ലക്ഷ്യമായി തുടർന്ന്. എന്തായാലും ഒരുപാട് പാട്ടുകൾ ഇമ്പമാർന്ന ഏറ്റവും നന്നായിട്ടുള്ള ഏറ്റവും പാട്ടുകൾ എഴുതാൻ അദ്ദേഹത്തിന് സാധിക്കട്ടെ. ക്യാമറമാൻ സന്തോഷ് മണ്ണാർക്കാടിനൊപ്പം അരുൺ കൊടുങ്ങൂർ, ജനം സന്നിധാനം.